തെസരേര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ദശപുഷ്പത്തെയും അതിൻ്റെ ദേവന്മാരെയും അതുകൊണ്ടുള്ള ഗുണത്തെയുമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമതായി കറുക. കറുകയുടെ ദേവൻ ബ്രഹ്മാവ്. കറുകയ്ക്ക് കുറേയധികം ഔഷധ ഗുണങ്ങളുണ്ട്. അതിൽ ചിലത് പറയാം. രക്തസ്രാവം, മൂത്രക്കല്ല്, യോനിസ്രാവം, വയറിലെ നീര്, മൂത്രാശയ രോഗം എന്നിവയ്ക്ക് കറുക ഉത്തമമാണ്. രണ്ടാമതായി ചെറുള. ചെറുളയുടെ ദേവൻ യമൻ. രക്തസ്രാവം, വൃക്കരോഗങ്ങൾ, പൈൽസ്, കൃമിശല്യം എന്നിവയ്ക്ക് ചെറുള വളരെ ഉപയോഗപ്രദമാണ്. മൂന്നാമതായി വിഷ്ണുക്രാന്തി. വിഷ്ണുക്രാന്തിയുടെ ദേവൻ മഹാവിഷ്ണു. തലസംബന്ധമായ രോഗങ്ങൾ, ജ്വരങ്ങൾക്ക്, മുടി വളരുന്നതിന്, ഉദരരോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം വിഷ്ണുക്രാന്തി ഉത്തമം. നാലാമതായി പൂവാൻ കുരുന്നില. പൂവാൻ കുരുന്നിലയുടെ ദേവൻ ശ്രീ പാർവതി. നേത്രരോഗങ്ങൾ, പനി, അർശസ്, നീർവീഴ്ച എന്നിവയ്ക്ക് പൂവാൻ കുരുന്നില ഉത്തമമാണ്. അഞ്ചാമതായി മുയൽ ചെവി. മുയൽ ചെവിയുടെ ദേവൻ ശിവൻ. തൊണ്ടവേദന, പനി, കഫക്കെട്ട്, ചെന്നിക്കുത്ത് എന്നിവയ്ക്കെല്ലാം മുയൽ ചെവി ഫലപ്രദമാണ്. ആറാമതായി മുക്കുറ്റി. മുക്കുറ്റിയുടെ ദേവൻ പാർവതീദേവി. യൗവനം നിലനിർത്താൻ, മലബന്ധം, വയറു സംബന്ധമായ രോഗങ്ങൾ, ആസ്മ തുടങ്ങിയ രോഗങ്ങൾക്കെല്ലാം മുക്കുറ്റി ഉത്തമമാണ്. ഏഴാമതായി കയ്യൂന്നി. കയ്യൂന്നിയുടെ ദേവൻ വരുണൻ. കയ്യൂന്നി മുടി തഴച്ചു വളരുന്നതിന്, അകാല നരയ്ക്ക്, ത്വക്ക് രോഗങ്ങൾ, സ്ത്രീ രോഗങ്ങൾക്ക്, കരൾ വീക്കം, മഞ്ഞപ്പിത്തം എന്നിവയ്ക്കെല്ലാം ഉത്തമം. എട്ടാമതായി നിലപ്പന. നിലപ്പനയുടെ ദേവൻ കാമദേവൻ. ആർത്തവ രോഗങ്ങൾക്കും രക്തശുദ്ധി വരുത്തുന്നതിനും, നീർക്കെട്ട് എന്നിവയ്ക്കെല്ലാം നിലപ്പന ഒരു ഔഷധമാണ്. ഒമ്പതാമതായി ഉഴിഞ്ഞ. ഉഴിഞ്ഞയുടെ ദേവൻ ഇന്ദ്രൻ. സ്ത്രീ രോഗങ്ങൾക്കും മുടി വളരുന്നതിനും, എണ്ണ കാച്ചാൻ താളിയായി ഉപയോഗിക്കുന്നതിനും ഉഴിഞ്ഞ ഉപയോഗപ്രദമാണ്. പത്താമതായി തിരുതാളി. തിരുതാളിയുടെ ദേവൻ കൃഷ്ണൻ. തിരുതാളി പിത്തരോഗങ്ങൾക്കും, വന്ധ്യത, ഗർഭാശയ രോഗങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. ദശപുഷ്പങ്ങൾക്ക് ഓരോന്നിനും ഒരുപാട് ഔഷധ മൂല്യമുണ്ട്. പക്ഷേ അതിൽ കുറച്ച് മാത്രമേ നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ കഴിയുകയുള്ളൂ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.